ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഏത് കള്ളത്തിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നത്? താങ്കൾ ഏത് കള്ളത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ ഈ ചർച്ചയ്ക്കില്ല. ഏത് കള്ളത്തിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നത്? ചർച്ചയ്ക്കില്ല. ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ പറയുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതേ 2016 ഡിസംബർ മുതലാണ് CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിനും വീണ വിജയനും പണം കിട്ടി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ശ്രീ കെ അനിൽകുമാർ. അപ്പോ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകാഞ്ഞിട്ടല്ല, നിങ്ങൾ ഇക്കാര്യത്തിൽ അവരുടെ ജോലിക്കാരനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മഞ്ജുഷ്. ഞാനൊരു ചരിത്രം പറയാം. ആരുടെ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. തോട്ടപ്പള്ളിയില് ഈ പറയുന്ന അവരുടെ കുഴൽനാടിന്റെ UDF ജോലിക്കാരനായിട്ട് അല്ലെ ഞാൻ പറഞ്ഞ ചരിത്രം കൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകത്തല്ലോ, ഞാൻ കൊണ്ട് പറയാം, ഒരു ചരിത്രം കൊണ്ട് പറയാം. 1995 UDF സർക്കാർ ഭരിക്കുമ്പോഴാണോ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുത്തത്? അന്ന് ഈ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുക്കുന്നതിനെതിരായി CPM സമരം നടത്തി നിങ്ങൾക്കറിയാമോ? എന്നിട്ട് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? ഒട്ടേറെ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കരിമണൽ ഖനനത്തിനെതിരായിട്ട് അല്ല, കരിമണൽ ഖനനം വഴി തീരദേശം നശിപ്പിക്കുന്നതിനെതിരെയുള്ള ഒരു മാറ്റവും ഇല്ലല്ലോ. സമരങ്ങൾക്ക് മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനും ഇടപെട്ടിരുന്നു. ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കള്ളത്തരം പറയല്ലേ? അല്ല, ഞാൻ UDF-നെ ന്യായീകരിച്ചിവിടെ പറഞ്ഞു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഞാൻ UDF-നെ ന്യായീകരിച്ചിവിടെ പറഞ്ഞു. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് കേക്കൂ സാർ. ഞാൻ പറയുന്നത് കേക്കൂ സാർ. നിങ്ങൾ ഒരു വ്യാജ ചരിത്രം ഉണ്ടാക്കിയല്ലോ. ആ വ്യാജ ചരിത്രത്തിന് തിരിച്ചങ്ങോട്ട് പറഞ്ഞു. വീണയുടെ കാര്യമൊക്കെ പറയുമല്ലോ. വീണയുടെ കാര്യമൊക്കെ ഇപ്പോഴല്ലേ? 2016-19 അല്ലേ? അതിനൊന്നും ഇല്ലേ? ഞാൻ പറയുന്നത് 2003 മെയ് 5 ആരാ കേരളം ഭരിച്ചിരുന്നത്? ആന്റണിയോട് ചോദിച്ചേ. ആന്റണിയുടെ നേരെ പോകാത്തത് നിങ്ങളുടെ ഈ കടലാസ് ഇതിരിപ്പില്ലേ? അന്നത്തെ ഇവിടെ നടന്ന സമരവും ജനകീയ പ്രക്ഷോഭങ്ങളും ഒക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. CPM-ന്റെ നിലപാടുണ്ടായിരുന്നു സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ. അങ്ങനെയാണല്ലോ അത് മരവിപ്പിച്ചത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. തുടർന്ന് CMRL കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി, സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി നേടി. നിങ്ങളെത്തിന് അസ്വസ്ഥപ്പെടുന്നു. ഞാനൊരു കാര്യം പറയാം. ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ട് വർത്തമാനം പറയാൻ അനുവദിച്ചില്ല. ഞാൻ ഈ പരിപാടിക്കില്ല കേട്ടോ. 2006 മുതൽ 2011 വരെ BS സർക്കാരിന്റെ കാലത്ത് 1 ഇഞ്ച് സ്ഥലത്ത് ഖനനം സമ്മതിച്ചോ? ഇല്ലെന്നേ, അതൊക്കെ സമ്മതിച്ചു. ഞങ്ങൾ അപേക്ഷ തള്ളി. താങ്കളൊന്ന് വേഗം 2015 നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്കൊരു കള്ളത്തരം ഞങ്ങളുടെ തലയിൽ കെട്ടി വെക്കണം അല്ലേ? നിങ്ങൾക്ക് ഈ ചരിത്രം ഞങ്ങളുടെ തലയിൽ നിന്ന് മാറ്റണം അല്ലേ? ഞാൻ ഈ ചരിത്രം ഞങ്ങളുടെ തലയിൽ നിന്ന് മാറ്റണം അല്ലേ? പോരാട്ടത്തിന്റെ കഥയാണ്. ഭയങ്കരം തന്നെ. ഇങ്ങനെ നിലപാടുണ്ടായിരുന്ന CPM-ന് അല്ല, ഇങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്ന CPM-ന് 2016 മെയ്യിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ആദ്യ തീരുമാനമായി വേണമെങ്കിൽ എടുക്കാമായിരുന്നു സാർ ഈ കരിമണൽ ഖനനത്തിനുള്ള അനുമതി ഇനി ഉണ്ടാവുകയില്ല എന്ന തീരുമാനം. കാരണം സുപ്രീം കോടതിയുടെ വിധി CMRL-ന് അനുകൂലമാണെങ്കിലും അവിടെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന്, ആ നോട്ടിഫൈ ചെയ്ത പ്രദേശം ഏറ്റെടുക്കാമെന്ന്. എന്തുകൊണ്ട് 2019 അല്ല 2019 വരെ അത് നടത്തിയില്ല? കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ദയവായി കേൾക്കൂ. നിങ്ങൾ വിചാരിക്കുന്ന അല്ല കഥ, കെട്ടുകഥ പറയരുത്. ഞങ്ങൾ ചോദിക്കുന്നത് 2007 PS സർക്കാരിന്റെ വ്യവസായ നയം ഞങ്ങൾ തിരുത്തിയോ? ഇല്ലെന്നേ, ഞാൻ പറഞ്ഞു. പൊതുമേഖലയെ മാത്രം ഖനനം പാടുന്നുള്ള വ്യവസായ നയം ഞങ്ങൾ തിരുത്തിയോ? ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? രാഷ്ട്രീയമായും ഭരണപരമായും എടുത്ത കൃത്യമായ നടപടി എന്താണ്? നാളിതുവരെ അവിടെ കരിമണൽ ഖനനം സ്വകാര്യ മേഖല സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ പിണറായി വിജയൻ. ആന്റണിയോട് ചോദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞുവല്ലോ. എന്താണ് മിനറൽസ് നയത്തിന്റെ ഭേദഗതി എന്താണ്? താങ്കൾ 19 കാര്യം വളച്ചൊടിക്കുകയാണ്. കേന്ദ്രത്തിന്റെ നിർദ്ദേശം സർക്കാർ നടപടി എങ്ങനെ പ്രവർത്തിക്കുന്നു വിചാരിക്കണം. AK ആന്റണി 2004 അനുവാദം കൊടുത്തു. അതിനെതിരായി സമരം നടന്നു. നിയമ നടപടികൾ നടക്കുന്നു. ആ നടപടികളുടെ കേസും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നു. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ആദ്യത്തെ ദിവസം ഈ ഫയലിംഗ് വരാൻ പറയുകയാണോ?
നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നത്? CPM ആണ് ഇതിനു വേണ്ടി ഗവൺമെന്റ് കഷ്ടപ്പെട്ടത്. മുന്നിൽ ഒരു CPM ആണ് നിവേദനം സമരം വന്നാൽ, ഒരു നയിച്ചത് വിഷയം എന്നൊക്കെ വന്നാൽ പറയുമ്പോൾ അതിൽ അഭിപ്രായം പറയും. കുറച്ചേരാ പുഴയിലേക്ക് വെക്കുന്നു. അല്ലല്ല, ദയവായി കേൾക്കൂ. എന്നിട്ടും നിങ്ങൾ ആദ്യം CMRL കേൾക്കൂ. നിവേദനങ്ങൾ എന്തിനു മേടിച്ച് പോക്കറ്റിൽ വെച്ചു? എന്തിന് CMRL നിവേദനങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോയി? ഞാൻ കളിക്കൂല, പിടിപിട്. അതേ ഉള്ളൂ സാർ ചോദ്യം. എന്നിട്ട് കഴിഞ്ഞ മാസമാണല്ലോ റദ്ദാക്കിയത്. എക്സാലോജിക്കും CMRലുമായുള്ള ഇടപാടിന്റെ വിവരം പുറത്തു വന്നതിന് ശേഷമല്ലേ സാർ ഈ തീരുമാനം വന്നത് അങ്ങനെ ഒരു അനുമതി കൊടുക്കേണ്ട എന്ന്? പച്ചക്കള്ളം. പിന്നെ എന്നാണ് നിങ്ങൾ വന്നത്? പറയുന്ന അല്ലെ, പച്ചക്കള്ളം. എന്നാണ് വന്നത്? അല്ലെ, എനിക്ക് അതിനകത്തല്ല, എനിക്കും സംശയമുള്ള കാര്യമാണ്. 2019 തന്നെ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്ലെ എനിക്കും സംശയമുള്ള കാര്യമാണ്. പക്ഷെ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? എന്റെ വിശ്വാസം കഴിഞ്ഞ മാസമാണ് വന്നതെന്ന്. കാരണം നിങ്ങള് കഴിഞ്ഞ മാസം അങ്ങനെ ഒരു കഴിഞ്ഞ മാസം അങ്ങനെ ഒരു വാർത്താ വന്നു സർക്കാരിൽ നിന്ന്. ഡേറ്റ് പറയൂ. മാധവൻകുട്ടി ഇവൻ എന്തായി പറയണത്? സുഗുണ അതേ സുണകൻ തന്നെ. ഡിസംബർ 23 22 ആ ഒരു കാലഘട്ടം. ഈ കഴിഞ്ഞ മാസം 2023 താങ്കൾക്ക് വെരിഫൈ ചെയ്യാം. എന്ത് വാർത്താ ഗ്രൂപ്പ്? എന്ത് വാർത്താ താങ്കൾ ഗ്രൂപ്പ്? വെരിഫൈ ചെയ്തോളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. താങ്കൾ വെരിഫൈ ചെയ്തോളൂ. അല്ല, നിങ്ങൾ ആർക്കെങ്കിലും നാക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്? കള്ളം പറയരുത്. എന്നാ താങ്കൾ പറയൂ. മഞ്ജുഷേ, അല്ല, താങ്കൾ പറയൂ എന്താണ് റദ്ദാക്കിയത്? എന്നോട് താങ്കൾ കള്ളം പറയൂ. പറഞ്ഞു. അല്ല, താങ്കൾ പറയൂ എന്താണ് റദ്ദാക്കിയതെന്ന്. നിങ്ങൾ പറയൂ. നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾ എന്റെ തെളിയിക്കൂ. കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് റദ്ദാക്കിയത്. താങ്കളുടെ അഭിപ്രായം താങ്കൾ പറയൂ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾ ഈ ചർച്ചയിൽ എന്നോടൊരു കള്ളം പറഞ്ഞു. ഏത് കള്ളം? നിങ്ങൾ പറഞ്ഞു ഏത് കള്ളം? ഈ പറയുന്ന ഇടപാട് പുറത്തു വന്ന ശേഷം റദ്ദാക്കി. ഒരു പത്രപ്രവർത്തകന്റെ സത്യസന്ധതയിലാണെങ്കിൽ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഏത് കള്ളമാണ് സാർ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? ക്ഷമ പറയണം. താങ്കൾ എന്താണ് പറയുന്നത്? ഏത് കള്ളത്തിന്റെ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്? താങ്കൾ ഏത് കള്ളത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ ഈ ചർച്ചയ്ക്കില്ല. ഏത് കള്ളത്തിന്റെ കാര്യമാണ് താങ്കൾ ഞാൻ ഈ പറയുന്നത്? ചർച്ചയ്ക്കില്ല. മഞ്ജുഷ മാപ്പ് പറയണം. കള്ളം പറഞ്ഞതിന് മാപ്പ് പറയണം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. നിങ്ങൾ പറഞ്ഞ ഉത്തരവിന്റെ തീയതി പറയൂ മിസ്റ്റർ. നിങ്ങൾ പറഞ്ഞ ഉത്തരവിന്റെ തീയതി പറയൂ മിസ്റ്റർ. ഒരു സെക്കൻഡ് ഞാൻ കണ്ടു. ഞാൻ റിലീസ് വായിക്കാം. ഒരു സെക്കൻഡ് താങ്കൾക്ക് ഞാൻ വാട്സപ്പായിട്ട് അയച്ചു തരാം. കരിമണൽ ഖനനത്തിന് സ്വകാര്യ 2023 ഡിസംബർ 20 പറയാനും സമ്മതിക്കില്ല. ഞാൻ ആഞ്ജനേയ സ്വാമി നേരത്തെ പറഞ്ഞതല്ലേ 2023 ഡിസംബർ 24 വിവരം പുറത്തു വന്നതെന്ന്. താങ്കൾ എന്തിനാണ് കിടന്ന് ഉരുളുന്നത്? കരിമണൽ ഖനനത്തിന് സ്വകാര്യ സ്ഥാപനമായ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽ. ഞാൻ ഉത്തരവിന്റെ തീയതി ചോദിച്ചത്. ഉത്തരവ് എന്റെ കയ്യിലില്ല. ഞാൻ വെരിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഉത്തരവ് എന്റെ കയ്യിലില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞ ഉത്തരവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഉത്തരവില്ല. അപ്പൊ കള്ളം പറഞ്ഞു. നിങ്ങൾ കള്ളം പറഞ്ഞു. നിങ്ങളുടെ ഇല്ലാത്തൊരു ഉത്തരവ് കരിമണൽ ഖനനത്തിന് സ്വകാര്യ സ്ഥാപനമായ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന് അനുവദിച്ച അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കി. വായിക്കട്ടെ സാർ, ഇത് വായിക്കാൻ സമ്മതിക്കൂ. ഒന്നുകിൽ താങ്കൾ ഇത് വായിക്കുന്നത് കേൾക്കുക, അല്ലെങ്കിൽ മറ്റു ഗസ്റ്റുകളിലേക്ക് പോകുന്നത് അനുവദിക്കുക. രണ്ടിലൊരു കാര്യം ചെയ്യുക. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. എന്ത് മാന്യതയാണ് നിങ്ങൾക്ക്? സാർ, ഞാനിത് വായിക്കട്ടെ സാർ. ഇത് എന്ത് ഗസ്റ്റാണപ്പാ? നിങ്ങൾ നുണ പറഞ്ഞു പോയിട്ട് എന്ത് ഗസ്റ്റ്? നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ലേ? നിങ്ങൾ പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. കരിമണൽ ഖനനത്തിന് സ്വകാര്യ സ്ഥാപനമായ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന് KREML, അത് സഹോദര സ്ഥാപനമാണല്ലോ, അനുവദിച്ച അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. 2019 സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന് വിടാൻ തീരുമാനിച്ചിരുന്നു. അത് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. AGയുടെ നിയമോപദേശം അയച്ചത് പിന്നീട് കഴിഞ്ഞ മാസമാണ് റദ്ദാക്കിയത്. ഇത്രയേ ഉള്ളൂ. 2023 തൽക്കാലം ഇത്രയും മതി. വരട്ടെ.